ന്യൂസ് ഡേ കോഡ് തുടരുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ്, തലസ്ഥാനത്തേക്കാണ്. അവിടെ സേഫ് സൈലാബ്ദീനും KR സാജുവുമുണ്ട്. ആദ്യം സാജുവിലേക്കാണ്. സാജു, ഗോദയിൽ പടയാളികൾ അണിനിരന്നു, ഇനി കാഹളം മുഴങ്ങുകയേ വേണ്ടു. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് എത്ര മാർക്ക് കൊടുക്കണം? മാർക്കിടുന്ന വാദ്യാരുടെ പണി നമ്മുടേതല്ലാത്തതുകൊണ്ട് ആ മാർക്കിടൽ പ്രക്രിയയ്ക്ക് ഇപ്പോൾ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇനിയും ഫലം വരാനും ജനം പോൾ ചെയ്യാൻ പോകാനൊക്കെ കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആ മാർക്കിടുന്ന പണി മാറ്റിവെക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കളത്തിലിറക്കാൻ കഴിയുന്ന, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിനിറക്കാൻ കഴിയുന്ന ഒരു മികച്ച പട്ടിക അവർക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ സാധാരണ പറയുന്ന പോലെ ഒരു സർപ്രൈസ് കൊണ്ടുവരാൻ കഴിഞ്ഞു, ചില നാടകീയതകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. 2 ദിവസം 3 ദിവസങ്ങളിലോളം ആ ചർച്ചകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അതിലൂടെ കിട്ടുന്ന വാർത്തകൾ, അതിനു മുകളിലുള്ള അഭ്യൂഹങ്ങൾ, ഇങ്ങനെയൊക്കെ സാധാരണ എപ്പോഴും കോൺഗ്രസിൻ്റെ പട്ടിക വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സകല സസ്പെൻസും നാടകീയതകളും ഇത്തവണയും കോൺഗ്രസ് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ സംശയം വേണ്ടതില്ല. അതിൽ നമ്മൾ അപ്രതീക്ഷിതമായി കഴിഞ്ഞത് രാത്രിയിൽ കടന്നു വന്നത് മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള സ്ഥാനാർത്ഥിത്വമായിരുന്നു. കാരണം മുരളീധരൻ നമുക്കറിയാം, വടകരയിൽ അദ്ദേഹം അനൗദ്യോഗികമായി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ സിറ്റിംഗ് MP ആയിരുന്നു. വടകര ഏതെങ്കിലും ലിസ്റ്റിൽ മാറ്റത്തിൻ്റെതായി തുടക്കം മുതൽ നമ്മൾ ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനം ഒരുക്കിയെടുത്ത ഒരു കുരുക്കുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് മറികടക്കാൻ ചില നാടകീയതകൾ അനിവാര്യമായിരുന്നു ഈ പട്ടികയിൽ. അതാണ് മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള പോക്കിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം പ്രവർത്തകരുടെ ഊർജത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പടവായി വേണമെങ്കിൽ മുരളീധരൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ കാണാം. പക്ഷേ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുമ്പോൾ അത് KK ശൈലജയെ മറികടക്കാൻ മാത്രമുള്ള സ്ഥാനാർത്ഥിത്വം ആണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ ആ പ്രചാരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. യുവ നേതാവാണ്, കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുണ്ട്. നമുക്കറിയാം, പാലക്കാട് മികച്ച പ്രകടനം നിയമസഭാ അംഗം എന്ന നിലയിൽ കാഴ്ചവെച്ച ആൾ കൂടിയാണ് ഷാഫി പറമ്പിൽ. പക്ഷേ വടകരയിലെ ചേരുവകൾ മുരളീധരനുണ്ടായിരുന്ന അത്രയും പ്ലസ് ഷാഫി പറമ്പിലിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് എടുത്തേക്കായിരിക്കും ആ വിലയിരുത്തൽ. അതൊരു സമുദായ സമവാക്യം ഈ ലിസ്റ്റിൽ പാലിക്കാൻ വേണ്ടി വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, പക്ഷേ അതൊരു കരുത്തനാവണം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന വിലയിരുത്തലുകൾക്ക് ശക്തമാണ്. അതേസമയം ആലപ്പുഴയിലേക്ക് പോയാൽ കഴിഞ്ഞ തവണ കിട്ടാതിരുന്ന ആലപ്പുഴയെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിയാണ് KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ KC വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാനായിരുന്നോ വടകര മുസ്ലിം പ്രാതിനിധ്യം നൽകാനായി മാറ്റിവെക്കപ്പെടുന്നത് അവസാനം എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതേസമയത്ത് ഈ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടങ്ങുന്ന പട്ടിക, KPCC അധ്യക്ഷനുള്ള പട്ടിക, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരുള്ള പട്ടിക, കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുള്ള പട്ടിക, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ തീർച്ചയായും അങ്ങനെ പ്രമുഖരുടെ ഒരു പട്ടിക തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സേഫ്, ഒത്ത എതിരാളികളെ തന്നെ കിട്ടിയില്ലേ LDF-ന്? അതെ, ഞാൻ ഈ ഇപ്പോൾ മറ്റേ പ്രൊഡക്ഷനിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നുള്ളത്. സമയപരിമിതി ഉണ്ടെന്ന് രേഷ്മ പറഞ്ഞതുകൊണ്ടാണ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. നമുക്ക് 3 പേർ കൂടെ വേണമെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. ഒത്ത എതിരാളികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ഉം UDF-ഉം കട്ടയ്ക്ക് കട്ട നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്. അത് വടകര ആയാലും തൃശ്ശൂരായാലും മറ്റ് മണ്ഡലങ്ങളിലായാലും എല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരായിരിക്കും കുറച്ചുകൂടെ രസകരമായ മത്സരം ഉണ്ടാകുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേഷ്മ, പക്ഷേ ഏറ്റവും രസകരമായ മത്സരം നടക്കുന്നത് എനിക്ക് തോന്നുന്നു സാജു അത് തൃശ്ശൂരായിരിക്കും എന്ന് തോന്നുന്നു. ഉറപ്പല്ലേ? കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ ഒരാൾ മുന്നേ വന്ന് അവിടെ കാലേക്കൂട്ടി മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അവിടെ CPM അല്ല LDF അവതരിപ്പിച്ചത് സുനിൽകുമാർ എന്ന ജനകീയ മനുഷ്യനെ. അങ്ങോട്ടാണ് മുരളീധരൻ എന്ന ക്രൗഡ് പുള്ളറുടെ മാസ് എൻട്രി ഉണ്ടാവുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ നമുക്ക് തൃശ്ശൂർ കാണാം. അല്ല, എനിക്ക് മുരളീധരനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂന്നുണ്ടെങ്കിൽ മുരളീധരനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുരളീധരൻ നിയമം പിടിക്കാൻ വേണ്ടി വന്ന് ചാടിയിട്ടുണ്ട്.
വട്ടിയൂർക്കാവ് വിട്ടിട്ട് പി ജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടി വടകര പോയി ചാടിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് സത്യത്തിലൊരു രസമുള്ള ഒരു സംഘപരിവാറിനെ നേരിടാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായ കക്ഷിയാണ്. CPM-നെ പോലെ തന്നെ സംഘപരിവാറിനെ നേരിടാൻ പറ്റുന്ന ഒരു ഗംഭീര കക്ഷിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? അല്ല, അതിനകത്ത് മുരളീധരൻ തന്നെ ഇന്നൊരു വാചകമുണ്ട് വൈറ്റിൽ, സേഫ് ശ്രദ്ധിച്ചോ, BJP-യെ നേരിടാൻ, സംഘപരിവാറിനെ നേരിടാൻ കിട്ടിയ ഒരു അവസരവും ഞാൻ പാഴാക്കിയിട്ടില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഞാൻ എന്തിനാണ് തൃശ്ശൂരേക്ക് പോകുന്നത് എന്ന സന്ദേശം, വരുന്നതെന്ന സന്ദേശം തൃശ്ശൂരെ വോട്ടർമാർക്ക് നൽകുന്നു, പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നു. ഇത് മുരളീധരൻ്റെ ഒരു മാസണ്ടറയ്ക്കുള്ള പോക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാനിത് വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ചിട്ട് വടകരയിലേക്ക് വരുന്ന മുരളീധരനിൽ ഞാനത് കണ്ടിട്ടുണ്ട്. നേമത്ത് തോക്കുകയാണ് എന്ന് അറിഞ്ഞു പോയിട്ട് ബൂത്ത് കമ്മിറ്റി തൊട്ട് അവിടെ പോയിരുന്ന ഒരു വെള്ള ബുക്കിൽ എഴുതി ഉണ്ടാക്കിയ മുരളീധരനെ പൊട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുരളിയുടെ ഈ പോക്ക് വലിയ മുന്നൊരുക്കത്തോടെ. സാജു സേഫ്, ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഇനി അങ്ങോട്ട് രാഷ്ട്രീയ വർത്തമാനത്തിന്റെ ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ് കാത്തിരിക്കുന്നത്. സമയപരിമിതി കൊണ്ട് മാത്രം താൽക്കാലികമായി ഇടപെടുന്നു. ഇനി രാഷ്ട്രീയ തിരക്കുകളിലേക്ക് നമ്മളും കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അംഗം കുറിച്ചാൽ മതി, അംഗം കുറിക്കുന്ന ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ന്യൂസ് ഡീകോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.